കാലത്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും പണം സേവ് ചെയ്യാനും ധാരാളം ഓപ്ഷൻസ് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെടുക്കുമെന്ന സംശയം നമുക്കുണ്ടാവാറുണ്ട്. ഈ സാഹചര്യത്തിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ് എന്നീ ഓപ്ഷൻസ് മാത്രം തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ETF-കളെ കുറിച്ചാണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ETF-യുമായി ബന്ധപ്പെട്ട 95% സംശയങ്ങളും മാറിക്കിട്ടും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ ചോദിക്കാവുന്നതാണ്. ETF എന്താണ് എന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. എങ്കിലും ETF എപ്പോഴാണ് തുടങ്ങിയത് എന്നതിനെ കുറിച്ച് എല്ലാവർക്കും ധാരണ ഉണ്ടാക്കണമെന്നില്ല. മാത്രമല്ല എന്തൊക്കെ ETF-കൾ വിപണിയിലുണ്ട് തുടങ്ങി A to Z കാര്യം നമുക്കിന്ന് മനസ്സിലാക്കാം. ETF-ന്റെ പവർ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ആദ്യം മനസ്സിലാക്കാം. ഒരു 10 വർഷം മുൻപ് റാം, ശ്യാം എന്ന് പറയുന്ന 2 കൂട്ടുകാർ 10 ലക്ഷം രൂപ വീതം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ റാമിന്റെ കയ്യിലുള്ള 10 ലക്ഷം രൂപ 42 ലക്ഷം രൂപയായി വളർന്നു. എന്നാൽ ശ്യാമിന്റെ 10 ലക്ഷം രൂപ വെറും 8 ലക്ഷമായി കുറഞ്ഞു. രണ്ടുപേരും ഒരേ സമയത്താണ് തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത്ര വലിയ വ്യത്യാസം? റാം തിരഞ്ഞെടുത്തത് ETF-കളായിരുന്നു. മാത്രമല്ല റാം 10 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയല്ല ചെയ്തത്. SIP വഴി എല്ലാ മാസവും 10,000 രൂപ വീതം നിക്ഷേപിച്ചു. ആദ്യത്തെ കുറച്ചു വർഷം മാർക്കറ്റ് ഇടിഞ്ഞു നിന്നപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ETF യൂണിറ്റുകൾ റാമിന് കിട്ടി. അടുത്ത കുറച്ചു വർഷങ്ങളിൽ മാർക്കറ്റ് തിരിച്ചു വന്നു. അവസാന വർഷങ്ങളിൽ മാർക്കറ്റ് കുതിച്ചുയർന്നപ്പോൾ റാമിന്റെ പണം പല മടങ്ങായി വളർന്നു. ക്ഷമയോടെ 10 വർഷം തുടർന്നതുകൊണ്ട് റാമിന്റെ നിക്ഷേപം 42 ലക്ഷം രൂപയായി മാറി. എന്നാൽ ശ്യാം ചെയ്തത് മറ്റൊന്നാണ്. എല്ലാവരും പറയുന്ന ചില ഹോട്ട് സ്റ്റോക്കുകൾ മാത്രം നോക്കി അവൻ പണം ഇറക്കി. ഒരു കാലത്ത് വലിയ വിലയുണ്ടായിരുന്ന യെസ് ബാങ്ക്, വോഡഫോൺ ഐഡിയ, പേടിഎം തുടങ്ങിയ ഓഹരികൾ വാങ്ങി. ഡൈവേഴ്സിഫിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടും ആ കമ്പനികൾക്ക് തകർച്ച നേരിട്ടതുകൊണ്ടും ശ്യാമിന്റെ പണം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. ഷെയർ മാർക്കറ്റിൽ ഒറ്റപ്പെട്ട കമ്പനികൾക്ക് പിന്നാലെ പോയി ഭാഗ്യം പരീക്ഷിക്കുന്നത് വലിയ റിസ്ക് ആണ്. പ്രത്യേകിച്ചും ആദ്യമായി വിപണിയിൽ എത്തുന്നവരും മാർക്കറ്റിനെ കുറിച്ച് അധികം അറിവില്ലാതെ കേട്ടറിവ് കൊണ്ട് നിക്ഷേപിക്കാൻ എത്തിയ ആളുകളും ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനു പകരം മുൻനിര കമ്പനികളുടെ കൂട്ടായ്മയായ ETF-കളിൽ സ്ഥിരമായി നിക്ഷേപിച്ചാൽ കുറഞ്ഞ റിസ്കിൽ നിങ്ങളുടെ പണം സുരക്ഷിതമായി വളർത്താൻ സാധിക്കും. ചില സവിശേഷതകളുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഈ ETF. മറ്റെല്ലാ മ്യൂച്വൽ ഫണ്ടുകളെയും പോലെ ETF-ഉം നിക്ഷേപകരിൽ നിന്ന് പണം ശേഖരിക്കുന്നു. ഇതിന് ഒരു ഫണ്ട് മാനേജർ ഉണ്ടായിരിക്കും. കൂടാതെ ഒരു NAV ഉണ്ടായിരിക്കുകയും ചെയ്യും. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ആദ്യമായി 1993-ൽ USA-യിലാണ് തുടക്കം കുറിച്ചത്. അന്നു മുതൽ അമേരിക്കയിൽ മാത്രമല്ല ലോകമെമ്പാടും ഇവ വലിയ ജനപ്രീതി നേടിയിട്ടുണ്ട്. ഇന്ത്യയിൽ 2002-ൽ ലോഞ്ച് ചെയ്ത നിഫ്റ്റി ബീസ് ആണ് ആദ്യത്തെ ETF. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അതിന്റെ അബ്സല്യൂട്ട് റിട്ടേൺസ് എന്ന് പറയുന്നത് 1914.15%. കൂടാതെ ബെഞ്ച്മാർക്ക് ഇൻഡെക്സ് ആയ നിഫ്റ്റിയെയാണ് നിഫ്റ്റി ബീസ് ട്രാക്ക് ചെയ്യുന്നത്. പല നിക്ഷേപകർക്കും സ്റ്റോക്കുകളെയും മ്യൂച്വൽ ഫണ്ടുകളെയും കുറിച്ച് കൃത്യമായി അറിയാമെങ്കിലും ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്കിടയിൽ ETF-കളെ കുറിച്ചുള്ള അവബോധം ഇന്നും വളരെ കുറവാണ്. സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ETF-കളെ വ്യത്യസ്തമാക്കുന്ന പ്രധാന സവിശേഷതകൾ അവ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വ്യാപാരം ചെയ്യപ്പെടുന്നു എന്നതും നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പോലെയുള്ള മുൻനിര സൂചികകളെ പിന്തുടരുന്ന പാസീവ് മ്യൂച്വൽ ഫണ്ടുകളാണ് എന്നതുമാണ്. ETF-കളുടെ ഫണ്ട് മാനേജർമാർ ഈ മുഖ്യ സൂചികകളിലെ ഓഹരികൾ വാങ്ങുകയും ETF-കളിൽ നിന്നുള്ള ലാഭം ഈ സൂചികളുടെ ലാഭവുമായി കൃത്യമായി പൊരുത്തപ്പെടുന്ന ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. സാധാരണ ഓഹരികളെ പോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിനാൽ നിക്ഷേപകർക്ക് തങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർമാർ വഴി വളരെ എളുപ്പത്തിൽ ETF-കൾ നിക്ഷേപിക്കാനും അവ വാങ്ങി വിൽക്കാനും സാധിക്കും. ഒരു ETF പ്രൊവൈഡർ ഓഹരികൾ, ബോണ്ടുകൾ, കമ്മോഡിറ്റികൾ അല്ലെങ്കിൽ കറൻസികൾ തുടങ്ങിയ വിവിധ അസറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവയുടെ ഒരു ബാസ്ക്കറ്റ് തയ്യാറാക്കുകയും ആ അസറ്റുകളുടെ പ്രകടനം ട്രാക്ക് ചെയ്യുന്നതിനായി ഒരു ഫണ്ട് രൂപീകരിക്കുകയും ചെയ്യുന്നു. ഈ അടിസ്ഥാന അസറ്റുകളുടെ യഥാർത്ഥ ഉടമസ്ഥാവകാശം ഫണ്ട് പ്രൊവൈഡർക്കായിരിക്കും. എന്നാൽ നിക്ഷേപകർക്ക് ഈ ഫണ്ടിന്റെ ഓഹരികൾ വാങ്ങാൻ സാധിക്കുന്നതിലൂടെ അവർ ETF-ന്റെ ഒരു ഭാഗത്തിന്റെ ഉടമകളായി മാറുന്നു. ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുന്നത് പോലെ തന്നെ നിക്ഷേപകർക്ക് ഈ അസറ്റ് ബാസ്ക്കറ്റിന്റെ ഓഹരികൾ വാങ്ങാൻ സാധിക്കുമെന്നതും സാധാരണ സ്റ്റോക്കുകളെ പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വാങ്ങി വിൽക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ ഒരു സ്റ്റോക്ക് ഇൻഡെക്സ് പിന്തുടരുന്ന ETF-കൾ നിക്ഷേപിക്കുന്നവർക്ക് ആ ഇൻഡെക്സിലുള്ള കമ്പനികളിൽ നിന്നുള്ള ഡിവിഡൻഡ് തുകകൾ ഒറ്റത്തവണയായി ലഭിക്കുകയോ അല്ലെങ്കിൽ അവ വീണ്ടും നിക്ഷേപിക്കപ്പെടുകയോ ചെയ്യുന്നു. ETF-കൾ അവയുടെ ലക്ഷ്യങ്ങൾക്കും നിക്ഷേപങ്ങൾക്കും രീതിക്കും അനുസരിച്ച് പല വിഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക വിപണി സൂചികയെ പിന്തുടരുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇൻഡെക്സ് ETF-കൾ. ലഭ്യമായ മിക്കവാറും എല്ലാത്തരം ബോണ്ടുകളിലും നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഫിക്സ്ഡ് ഇൻകം ETF-കളും
ഓയിൽ, മരുന്നുകൾ അല്ലെങ്കിൽ ഉയർന്ന സാങ്കേതിക വിദ്യ പോലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക വ്യവസായ മേഖലയെ മാത്രം ലക്ഷ്യമിടുന്ന സെക്ടർ ETF-കളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വർണം, ഓയിൽ, ചോളം തുടങ്ങിയ പ്രത്യേക കൊമോഡിറ്റികളുടെ വിലയെ ട്രാക്ക് ചെയ്യുന്ന കമ്മോഡിറ്റി ETF-കൾ, കൂടുതൽ ലാഭം നേടുന്നതിനായി ലിവറേജ് ഉപയോഗിക്കുന്ന ലിവറേജ്ഡ് ETF-കൾ എന്നിവയും ലഭ്യമാണ്. ഒരു ഇൻഡെക്സിനെ മാത്രം പിന്തുടരുന്ന സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ആ ഇൻഡെക്സിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ലക്ഷ്യമിടുന്നവയാണ് ആക്റ്റീവ്ലി മാനേജ്ഡ് ETF-കൾ. ലിക്വിഡിറ്റി കുറഞ്ഞ വിപണികളിലേക്ക് പ്രവേശനം നൽകുന്നതും ഹ്രസ്വകാല മൂലധന നേട്ടങ്ങൾ, നികുതികൾ ഇല്ലാത്തതുമായ ബാങ്ക് ഗ്യാരണ്ടിയുള്ള ഡെറ്റ് സെക്യൂരിറ്റികളായ ETF-കളും ഇതിന്റെ ഭാഗമാണ്. കൂടാതെ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളിൽ ട്രേഡ് ചെയ്യാനോ കറൻസി പോലുള്ള പ്രത്യേക നിക്ഷേപ തന്ത്രങ്ങൾക്കോ സഹായിക്കുന്ന ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ETF-കളും ലഭ്യമാണ്. ലാർജ് ക്യാപ് വാല്യൂ അല്ലെങ്കിൽ സ്മോൾ ക്യാപ് ഗ്രോത്ത് പോലുള്ള ഒരു പ്രത്യേക നിക്ഷേപ ശൈലിയെയോ വിപണി വലുപ്പത്തെയോ പ്രതിഫലിപ്പിക്കുന്ന സ്റ്റൈൽ ETF-കളും, ജപ്പാന്റെ നിക്കൈ ഇൻഡെക്സ് അല്ലെങ്കിൽ ഹോങ്കോങ്ങിന്റെ ഹാങ്സെങ് ഇൻഡെക്സ് പോലുള്ള ഇന്ത്യൻ ഇതര വിപണികളെ നിരീക്ഷിക്കുന്ന ഫോറിൻ മാർക്കറ്റ് ETF-കളും ഇതിലുണ്ട്. വിപണിയിലോ ഇൻഡെക്സിലോ ഉണ്ടാകുന്ന ഇടിവുകളിൽ നിന്നും ലാഭം കൊയ്യാൻ പാകത്തിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇൻവേഴ്സ് ETF-കളാണ് മറ്റൊരു പ്രധാന വിഭാഗം. ETF-കളിൽ നിക്ഷേപിക്കുന്നത് വഴി നിക്ഷേപകർക്ക് നിരവധി പ്രയോജനങ്ങളാണ് ലഭിക്കുന്നത്. ETF-കൾ ട്രേഡിംഗ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ വാങ്ങി വിൽക്കാൻ സാധിക്കും. ഭൂരിഭാഗം ETF-കളും തങ്ങളുടെ നിക്ഷേപ വിവരങ്ങൾ ദിവസേന റിപ്പോർട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായതിനാൽ ഇവയിൽ ഉയർന്ന സുതാര്യതയും ഉറപ്പുവരുത്തുന്നുണ്ട്. കൂടാതെ കുറഞ്ഞ ക്യാപിറ്റൽ ഗെയിൻ ഡിസ്ട്രിബ്യൂഷൻസ് മാത്രം നടത്തുന്നതിനാൽ ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് ETF-കൾ കൂടുതൽ ടാക്സ് എഫിഷ്യന്റ് ആയിരിക്കും. സാധാരണ ഓഹരികളെ പോലെ തന്നെയാണ് ഇവ എക്സ്ചേഞ്ചുകളിൽ വ്യാപാരം ചെയ്യപ്പെടുന്നത്. അതിനാൽ മ്യൂച്വൽ ഫണ്ടുകളിൽ സാധ്യമാകാത്ത ലിമിറ്റ് ഓർഡറുകൾ, ലിമിറ്റ് സ്റ്റോപ്പ് ലോസ് ഓർഡറുകൾ തുടങ്ങിയ വിവിധ തരം ഓർഡറുകൾ ഉപയോഗിച്ച് ട്രേഡിംഗ് ഇടപാടുകൾ നടത്താൻ നിക്ഷേപകർക്ക് ഇതിലൂടെ സാധിക്കുന്നു. അപ്പൊ ETF 0 റിസ്ക് ഉള്ളതാണോ? അല്ല, ചില ലിമിറ്റേഷൻസും റിസ്കുകളും ETF-കൾക്കും ഉണ്ട്. നിങ്ങൾ ചെറിയ തുകകൾ അടിക്കടി നിക്ഷേപിക്കുന്ന ആളാണെങ്കിൽ ട്രേഡിംഗ് ചിലവുകൾ കാരണം ഒരു നോ ലോഡ് ഫണ്ടിങ്ങിലൂടെ നേരിട്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുമായി ഇടപാട് നടത്തുന്നതായിരിക്കും ETF-കളേക്കാൾ ചിലവ് കുറവ്. വിപണിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ട്രേഡ് ചെയ്യപ്പെടുന്ന ചില ETF-കൾക്ക് വലിയ ബിഡ്-ആസ്ക് സ്പ്രെഡുകൾ ഉണ്ടാകാറുണ്ട്. ഇത് ലിക്വിഡിറ്റി കുറയുന്നതിന് കാരണമാകുകയും നിക്ഷേപകർ ഉയർന്ന വിലയ്ക്ക് വാങ്ങേണ്ടതായും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കേണ്ടതായും വരുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുവെ ETF-കൾ അവയുടെ അടിസ്ഥാന സൂചികളെ വളരെ കൃത്യമായി പിന്തുടരാറുണ്ടെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം അവയുടെ ലാഭത്തിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവസാനമായി, സെറ്റിൽമെന്റ് തീയതികളുമായി ബന്ധപ്പെട്ട് ഒരു ETF വിറ്റഴിച്ചാൽ ആ ഇടപാട് പൂർത്തിയാക്കാൻ 2 ദിവസം വരെ എടുക്കാറുണ്ട്. ഇതിനർത്ഥം ഒരു വിൽപ്പനക്കാരൻ എന്ന നിലയിൽ ആ തുക മറ്റൊരു നിക്ഷേപത്തിനായി വീണ്ടും ഉപയോഗിക്കാൻ സൈദ്ധാന്തികമായി 2 ദിവസത്തേക്ക് സാധിക്കില്ല എന്നതാണ്. ETF-ൽ നിക്ഷേപം ആരംഭിക്കുന്നതിന് പ്രധാനമായും 3 ഘട്ടങ്ങളാണ് പിന്തുടരേണ്ടത്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം എന്നത് ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് ആരംഭിക്കുക എന്ന് തന്നെയാണ്. അക്കൗണ്ട് തുറന്നതിന് ശേഷം നിക്ഷേപിക്കാൻ താല്പര്യമുള്ള കൃത്യമായ ETF തിരഞ്ഞെടുക്കുക. അവസാനമായി ഈ നിക്ഷേപത്തിനായി ആവശ്യമായ പണം അക്കൗണ്ടിലേക്ക് മാറ്റുകയോ കൈമാറുകയോ ചെയ്യുക വഴി ETF നിക്ഷേപം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. അവസാനമായി ETF-കൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും വിൽക്കുന്നതെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതോടെ നിങ്ങൾക്ക് ETF-കളെ കുറിച്ച് ഒരു പൂർണ്ണ രൂപം ലഭിക്കും. ഇന്ത്യയിൽ ETF-കളുടെ ക്രിയേഷൻ, റെഡീം പ്രക്രിയകൾ നിയന്ത്രിക്കുന്നത് ഓഥറൈസ്ഡ് പാർട്ടിസിപ്പൻസ് അഥവാ AP മാർക്കറ്റ് മേക്കേഴ്സ് ആണ്. ഇവർ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് അടിസ്ഥാന സെക്യൂരിറ്റികളുടെ ബാസ്ക്കറ്റുകൾ കൈമാറിക്കൊണ്ട് പുതിയ ETF യൂണിറ്റുകൾ നിർമ്മിക്കുകയും പകരമായി യൂണിറ്റുകൾ തിരികെ നൽകി സെക്യൂരിറ്റികൾ റെഡീം ചെയ്യുകയും ചെയ്യുന്നു. ഈ പ്രൈമറി മാർക്കറ്റ് സംവിധാനം ETF വില NAV-യോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ ഇൻകൈൻഡ് കൈമാറ്റം കാരണം നിക്ഷേപകരുടെ റെഡീം ആവശ്യങ്ങൾ നിറവേറ്റാൻ ഫണ്ടിന് സെക്യൂരിറ്റികൾ നേരിട്ട് വിൽക്കേണ്ടി വരുന്നില്ല. ഇത് നികുതി ലാഭത്തിനും കുറഞ്ഞ ട്രാൻസാക്ഷൻ ചെലവുകൾക്കും സഹായിക്കുന്നതോടൊപ്പം ടാക്സബിൾ ആയ ക്യാപിറ്റൽ ഗെയിൻ ഒഴിവാക്കാനും സഹായിക്കുന്നു. വിപണി വില സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്ന ഈ സംവിധാനത്തിൽ ETF വില അതിന്റെ യഥാർത്ഥ അസറ്റ് മൂല്യത്തെക്കാൾ കൂടിയാൽ APകൾ വിൽപ്പനയ്ക്കായി കൂടുതൽ ഓഹരികൾ നിർമ്മിക്കുകയും വില കുറയ്ക്കുകയും ചെയ്യുന്നു. വില താഴേക്ക് പോയാൽ അവർ ഓഹരികൾ റെഡീം ചെയ്ത് വില ഉയർത്തുകയും ചെയ്യും. പുതിയ ഓഹരികൾ നിർമ്മിക്കാനുള്ള ഈ കഴിവ് വലിയ അളവിൽ ETF-കൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ വിപണി വിലയെ ബാധിക്കാതിരിക്കാൻ നിക്ഷേപകരെ സഹായിക്കുന്നു. ഒരു വ്യക്തിയുടെ റെഡീം ചെയ്യൽ മറ്റുള്ളവർക്ക് നികുതി ബാധ്യത വരുത്തി വയ്ക്കാവുന്ന സാധാരണ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ പ്രത്യേക റെഡീം പ്രക്രിയ കാരണം മറ്റ് നിക്ഷേപകരുടെ വാങ്ങൽ വിൽക്കൽ നടപടികൾ കൊണ്ട് ആർക്കും യാതൊരുവിധ പിഴയോ നികുതി നഷ്ടങ്ങളോ സംഭവിക്കുന്നില്ല.
ഇവ പ്രൈമറി, സെക്കൻഡറി എന്നിങ്ങനെ രണ്ട് വിപണികളായി പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ ETF ഓഹരികൾ നിർമ്മിക്കുന്നതും നിലവിലുള്ളവ വീണ്ടെടുക്കുന്നതും പ്രൈമറി വിപണിയിലാണ്. ഇവിടെ ഫണ്ട് മാനേജറുമായി നേരിട്ട് ഇടപെടാൻ നടത്തുന്ന ETF ഇഷ്യൂർമാർ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള വലിയ ധനകാര്യ സ്ഥാപനങ്ങളായ ഓഥറൈസ്ഡ് പാർട്ടിസിപ്പൻസിന് മാത്രമേ അനുവാദമുള്ളൂ. അടിസ്ഥാന സെക്യൂരിറ്റികളുടെ ബാസ്ക്കറ്റുകൾ കൈമാറിക്കൊണ്ട് ഇവർ ഇവിടെ ഇൻകൈൻഡ് രീതിയിലാണ് ഓഹരികൾ ക്രിയേറ്റ് ചെയ്യുകയോ റിഡീം ചെയ്യുകയോ ചെയ്യുന്നത്. എന്നാൽ സെക്കൻഡറി വിപണിയിലാണ് സാധാരണ നിക്ഷേപകർ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ഓഹരികൾ പോലെ ETF വാങ്ങി വിൽക്കുന്നത്. ഈ വിപണിയിൽ വില നിശ്ചയിക്കപ്പെടുന്നത് പ്രധാനമായും സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ചാണെങ്കിലും ആർബിട്രേജ് സംവിധാനം ഇതിന്റെ വിലയെ NVയോട് ചേർത്ത് നിർത്തുന്നു. APകൾ ഇഷ്യൂർമാരുമായി നേരിട്ട് ഇടപാട് നടത്തുന്നത് ക്രിയേഷൻ യൂണിറ്റുകൾ എന്ന് വിളിക്കുന്ന 25,000 മുതൽ 1 ലക്ഷം വരെയുള്ള വലിയ ബ്ലോക്ക് ഓഹരികളെയാണ്. ഈ വലിയ തുകയിലുള്ള ഇടപാടുകൾ കൂടുതൽ കാര്യക്ഷമത നൽകുകയും ചെറിയ ട്രേഡുകൾക്കുള്ള ട്രാൻസാക്ഷൻ ചെലവ് കുറയ്ക്കാൻ ഇഷ്യൂർമാരെ സഹായിക്കുകയും ചെയ്യുന്നു. നിക്ഷേപങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും റെഡീം ചെയ്യാനും രണ്ട് രീതികളുണ്ട്. അതിൽ പരമ്പരാഗതമായ ഇൻകൈൻഡ് രീതിയാണ് ഏറ്റവും നികുതി ലാഭകരം. കാരണം ഇതിൽ സെക്യൂരിറ്റികൾ നേരിട്ട് കൈമാറുന്നതിനാൽ ടാക്സബിൾ ആയ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നില്ല. എന്നാൽ സെക്യൂരിറ്റികൾ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ക്യാഷ് ക്രിയേഷൻ അല്ലെങ്കിൽ റെഡീം രീതി ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഇത് നികുതി ലാഭം കുറയ്ക്കുന്നതിനും ഉയർന്ന ചെലവുകൾക്കും കാരണമായേക്കാം. ഉദാഹരണത്തിന് BFSI ടോപ്പ് 10 ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ഒരു ETF പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ AP 50,000 ഓഹരികൾക്കുള്ള 10 സ്റ്റോക്കുകൾ വിപണിയിൽ നിന്ന് വാങ്ങി ഇഷ്യൂർക്ക് നൽകുകയും പുതിയ 50,000 ETF ഓഹരികൾ കൈപ്പറ്റി എക്സ്ചേഞ്ചിൽ വിറ്റ് ലാഭം കൊയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഒരു US സ്റ്റോക്ക് ഇൻഡെക്സ് ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുമ്പോൾ AP വിപണിയിൽ നിന്ന് 50,000 ETF ഓഹരികൾ വാങ്ങി ഇഷ്യൂർക്ക് നൽകി റെഡീം ചെയ്യുകയും പകരം ലഭിക്കുന്ന സ്റ്റോക്കുകൾ ഓപ്പൺ മാർക്കറ്റിൽ വിറ്റ് ലാഭം നേടുകയും ചെയ്യുന്നു. ഈ ക്രിയേഷൻ റെഡീം സംവിധാനം ETFകൾക്ക് വലിയ രീതിയിലുള്ള കോസ്റ്റ് എഫിഷ്യൻസി, ടാക്സ് എഫിഷ്യൻസി, ഉയർന്ന ലിക്വിഡിറ്റി എന്നിവ പ്രദാനം ചെയ്യുന്നു. ഇൻകൈൻഡ് ഇടപാടുകൾ നടക്കുന്നതിനാൽ ഫണ്ട് മാനേജർക്ക് ഓപ്പൺ മാർക്കറ്റിൽ സെക്യൂരിറ്റികൾ വാങ്ങി വിൽക്കേണ്ടി വരുന്നില്ല. ഇത് വലിയ ബ്രോക്കറേജ് ചിലവുകൾ ഒഴിവാക്കാനും ആ സമ്പാദ്യം കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ വഴി നിക്ഷേപകർക്ക് കൈമാറാനും സഹായിക്കുന്നു. നിക്ഷേപകർ പരസ്പരം സെക്കൻഡറി മാർക്കറ്റിൽ ഓഹരികൾ വാങ്ങി വിൽക്കുന്നതിനാൽ ഫണ്ടുകൾക്ക് സെക്യൂരിറ്റികൾ വിൽക്കേണ്ടി വരുന്നില്ല. ഇത് നികുതി ബാധ്യതകൾ കുറയ്ക്കുന്നു. ഒരു വലിയ നിക്ഷേപകന്റെ പെട്ടെന്നുള്ള പിന്മാറ്റം മറ്റുള്ളവർക്ക് നികുതി ഭാരം ഉണ്ടാക്കുന്ന മ്യൂച്വൽ ഫണ്ട് രീതിയിൽ നിന്നും ദീർഘകാല നിക്ഷേപകരെ സംരക്ഷിക്കുന്നു. കൂടാതെ ETF-ന്റെ ലിക്വിഡിറ്റി അതിന്റെ വിപണിയിലെ ട്രേഡിംഗ് വോളിയത്തെ മാത്രമല്ല അതിന്റെ അടിസ്ഥാന അസറ്റുകളിലെ ലിക്വിഡിറ്റിയെ കൂടിയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആവശ്യം കൂടുമ്പോൾ APകൾക്ക് തത്സമയം പുതിയ ഓഹരികൾ നിർമ്മിക്കാൻ സാധിക്കുമെന്നതിനാൽ കുറഞ്ഞ ട്രേഡിംഗ് വോളിയമുള്ള ETFകളിലും ഉയർന്ന ലിക്വിഡിറ്റി നിലനിർത്താനും വലിയ വില വ്യതിയാനങ്ങളില്ലാതെ വൻകിട നിക്ഷേപകർക്ക് വലിയ ട്രേഡുകൾ സുഗമമായി നടത്താനും ഈ സംവിധാനം വഴിയൊരുക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓഹരികളുടെയും മ്യൂച്വൽ ഫണ്ടുകളുടെയും ഏറ്റവും മികച്ച ഗുണങ്ങൾ ഒത്തുചേർന്ന ഒന്നാണ് ETFകൾ. ഒരു സാധാരണ മ്യൂച്വൽ ഫണ്ടിന്റെ സുരക്ഷിതത്വവും വൈവിധ്യവൽക്കരണവും നൽകുന്നതോടൊപ്പം തന്നെ ഒരു ഓഹരിയെ പോലെ വിപണിയിൽ തത്സമയം വാങ്ങി വിൽക്കാനുള്ള സ്വാതന്ത്ര്യവും ഇത് നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന സങ്കീർണമായ പ്രക്രിയകൾ വഴി കുറഞ്ഞ ചിലവും ഉയർന്ന സുതാര്യതയും ഉറപ്പാക്കാൻ ETFകൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് വിപണിയിലെ വലിയ റിസ്കുകളിലേക്ക് ചാടി വീഴാതെ ലളിതവും സുരക്ഷിതവുമായ രീതിയിൽ ദീർഘകാല നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച ഒരു നിക്ഷേപ മാർഗമാണിത്.